എത്ര മരുന്ന് കഴിച്ചിട്ടും നമ്മുടെ തൈറോയ്ഡ് ലെവൽ നോർമൽ ആകുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിയിരിക്കുന്നു, ചിലപ്പോൾ കുറഞ്ഞിരിക്കുന്നു, അതൊരു നോർമൽ അല്ലെങ്കിൽ ബാലൻസിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറ്റിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റുകൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത്. മെയിനായിട്ട് പറയുന്നത് കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി ഇതിനൊക്കെ കൂടുതലായിട്ടും റോ ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലെ തൈറോയ്ഡ് ലെവൽ ഫ്ലക്ച്വേഷൻസ് വരുത്താറുണ്ട്. പിന്നെ ഉള്ളത് സോയ പ്രോഡക്ട്സ്, സോയാബീൻ, സോയ സോസ് എന്നിവയൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം നട്ട്സാണ്. നട്ട്സ് ഒരു കുറഞ്ഞ അളവിൽ നിന്ന് നമ്മൾ തീർച്ചയായും ഉൾപ്പെടുത്തണം. ഏതുതരം നട്ട്സ് ആയാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമ്മൾ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാൽഷ്യം, അയൺ എന്നിവയൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക. അതുപോലെ അതും ചിലപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ലെവലിൽ ഫ്ലക്ച്വേഷൻ വരുത്താൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് അയഡിൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ടോ കുറവായിട്ടോ ആക്കാതെ ഒരു ബാലൻസ് ആയ രീതിയിൽ മാത്രം കൊണ്ടുപോകുക. പിന്നെയുള്ളത് സ്ട്രെസ് ഒരുപാടായി കഴിഞ്ഞാലും അതും ഇതിന് ഈ തൈറോയ്ഡ് ലെവലിൽ ഫ്ലക്ച്വേഷൻ വരുത്താറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ 3 മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, LTSH ലെവൽ നോക്കുക, അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.